സമസ്ത ഹോംസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ കഴിഞ്ഞ നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ വീട് വയ്ക്കുന്നതിലേക്കായി വസ്തു വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡ് പറയുന്നത്. ഈ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയത് നമ്മുടെ ലീഗൽ അഡ്വൈസറുടെ കയ്യിൽ നിന്നാണ്. ലീഗൽ അഡ്വൈസർ സംസാരിച്ച ഡീറ്റെയിൽ സംസാരിച്ച വീഡിയോ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ക്ലയൻറ്റിൻ്റെ കുറച്ച് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഓർഡർ ബേസിൽ പറയണം എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ അതിനെ തന്നെ നമ്മൾ ഓർഡർ ബേസിലാക്കി പെട്ടെന്ന് വസ്തു വാങ്ങുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു ഓർഡർ ബേസ് ആർക്കും മനസ്സിലാവുന്ന ഒരു മെത്തേഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതിൽ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആധാരം. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഭൂമി കൈമാറ്റത്തിൻ്റെ ഒരു രേഖയാണ്. ഇതിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഉദാഹരണത്തിന് അതിരുണ്ടാവും, സർവേ നമ്പർ ഉണ്ടാവും, ബ്ലോക്ക്, താലൂക്ക്, ഡിസ്ട്രിക്റ്റ്, കക്ഷികളുടെ ഡീറ്റെയിൽസ് തുടങ്ങിയവയെല്ലാം ഇതിനകത്തുണ്ടാവും. കക്ഷികളെന്നാൽ വിൽക്കുന്നയാൾ ഒന്നാം കക്ഷിയും വാങ്ങുന്നയാൾ രണ്ടാം കക്ഷിയും ആയിരിക്കും. ഇത് മുദ്രപത്രത്തിൽ അംഗീകൃത ഫോർമാറ്റിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പലതരത്തിൽ ആധാരമുണ്ട്. ഒന്ന് തീറാധാരം, പരസ്പര കൈമാറ്റാധാരം, ദാനാധാരം, ജാമ്യാധാരം, പണയാധാരം, തെറ്റുതിരുത്താധാരം, റദ്ദാധാരം, ഒറ്റയാധാരം. ഇതെല്ലാം പേര് പോലെ തന്നെയാണ് ഓരോന്നും സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ തീറാധാരമാണ് സാധാരണയായി നാം കൈകാര്യം ചെയ്യാറുള്ളത്. അതായത് പ്രതിഫലം കൈപ്പറ്റി, ക്യാഷ് എന്തെങ്കിലും മേടിച്ചിട്ട് പ്രതിഫലം കൈപ്പറ്റി ആർക്ക് വേണമെങ്കിലും എഴുതി കൊടുക്കുന്ന ആധാരത്തെയാണ് തീറാധാരം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആധാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആധാരം ഒറിജിനലാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ആ ഒറിജിനൽ ആധാരം കണ്ടു വേണം നമ്മൾ വെരിഫൈ ചെയ്യാൻ. ഇത് കറക്റ്റാണോ എന്നും ആധാർ കാർഡിലുള്ള പേരാണോ ആധാരത്തിലുള്ളതെന്നും ഒത്തു നോക്കുക. അതുപോലെ തന്നെ സർവേ നമ്പറെല്ലാം കറക്റ്റായിട്ട് നോക്കുക. ഇനി ആധാരം നമ്മൾ ഒറിജിനൽ കിട്ടിയാലും നമ്മൾ അതിൻ്റെ ഒരു പകർപ്പ് നമുക്ക് വേണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് അപേക്ഷ കൊടുത്ത് വാങ്ങാവുന്നതാണ്. ഈ പകർപ്പ് എടുത്തതിന് ശേഷം ഈ പകർപ്പും ഈ ഒറിജിനൽ ആധാരം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. അന്നേരം എന്തെങ്കിലും തിരുത്തുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും അത് അറിയാൻ സാധിക്കും. രണ്ടാമത് നോക്കേണ്ടത് മുന്നാധാരം. പേര് പോലെ തന്നെ ഇപ്പോഴുള്ള ആധാരത്തിൻ്റെ മുൻപുള്ള ആധാരം, അടിയാധാരം, കീഴാധാരം എന്നൊക്കെ പറയാറുണ്ട്. മുന്നാധാരം ഇല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ ഫീസ് അടച്ച് നമുക്ക് കോപ്പി എടുക്കാവുന്നതാണ്. ഇതും നമ്മുടെ ഒറിജിനൽ ആധാരവുമായി ക്രോസ് ചെക്ക് ചെയ്യുക. അതായത് പേരുകൾ, സർവേ നമ്പർ എല്ലാം ഒരുപോലെയാണോ എന്ന് പരിശോധിക്കുക. ഇതിലും എന്തെങ്കിലും തിരുത്തലുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മൂന്നാമത് നമ്മൾ നോക്കേണ്ട കാര്യം ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സ് റെസിപ്റ്റ്. ലാൻഡ് ടാക്സ് നമ്മൾ അടയ്ക്കുന്നത് വില്ലേജ് ഓഫീസിലാണ്. ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. നിലവിൽ നമുക്ക് ലാൻഡ് ടാക്സ് ഓൺലൈനായിട്ടും അടയ്ക്കാം. ഇപ്പോൾ കാണുന്ന പോലെ ഒരു റെസിപ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇതിൽ താഴെ കാണുന്ന തീയതി നോക്കി ലേറ്റസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ആദ്യം തണ്ടപ്പേർ നമ്പർ എന്ന ഒരു നമ്പർ കാണും. അതിൻ്റെ താഴെയായിട്ട് അടിസ്ഥാന ഭൂനികുതി, തുക, കാലയളവ് എല്ലാം കാണും. അടുത്തതായി വിശദാംശങ്ങൾ എന്നതിന് താഴെ ബ്ലോക്ക്, തണ്ടപ്പേർ നമ്പർ എല്ലാം പ്രമാണത്തിലേതുപോലെയാണോ എന്ന് നോക്കുക. അതിന് താഴെ പട്ടാധാരന്മാരുടെ വിവരങ്ങൾ എന്നിടത്ത് നിലവിൽ ആധാരമുള്ള ആളിൻ്റെ പേരുകളാണോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക. ഇനി അതിന് താഴെ റീസർവേ, സബ് നമ്പർ, വിസ്തീർണം, തരം ഇവയും ആധാരത്തിലുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. തരം എന്നുള്ളിടത്ത് പുരയിടമാണോ എന്ന് കൃത്യമായിട്ടും നോക്കുക. മിനിമം ഇത്രയെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യണം. എന്നാൽ ഇത്രയും ചെക്ക് ചെയ്താൽ 100% ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ അല്ല. ഡീറ്റെയിൽ ആയി നോക്കണമെങ്കിൽ ഇനി പറയുന്ന ഡോക്യുമെൻറ്റ്സും കൂടി ഇതിനോടൊപ്പം ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.